പ്രിയ സുഹൃത്തിന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ലയാണ്. അതുപോലെ തന്നെ ഒട്ടനവധി വൈവിധ്യങ്ങളുടെ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ്. ഇന്ത്യൻ ലോകസഭയിലേക്ക് ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ പാവങ്ങളുടെ പടത്തലവൻ AKGയെ പറഞ്ഞയച്ച ജില്ലയാണ്. അതുപോലെ ഒട്ടനവധി എണ്ണിയാൽ തീരാത്ത സവിശേഷതകളുള്ള ജില്ലയാണ് കാസർഗോഡ്. നിലവിൽ 5 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലക്കകത്തുള്ളത്. കാസർഗോഡ്, മഞ്ചേശ്വരം, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ മണ്ഡലങ്ങളാണവ. ഇതിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ, അതായത് ഒരു 80% മുകളിൽ വിജയസാധ്യതയുള്ള 3 മണ്ഡലങ്ങളാണ് നിലവിലുള്ളത് കാസർഗോഡ് ജില്ലയിൽ. ഒന്ന് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലം, തൃക്കരിപ്പൂർ, മൂന്നാമത്തത് ഉദുമ നിയമസഭാ മണ്ഡലം. ഇതിൽ ഉദുമ നിയമസഭാ മണ്ഡലത്തിലാണ് UDFന് ചില സാധ്യതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന വോട്ടർമാരുള്ളത്. കാരണം പെരിയ ഇരട്ടക്കൊലപാതകം നടന്ന ജില്ലയാണ് കാസർഗോഡ്. അതുപോലെ തന്നെ ആ ഇരട്ടക്കൊലപാതകം നടന്ന നിയോജക മണ്ഡലം ആണ് ഉദുമ. അതുകൊണ്ട് തന്നെ അവിടെ ഇടതുപക്ഷം പരാജയപ്പെടും ഈ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ എന്ന് വിശ്വസിക്കുന്ന വോട്ടർമാർ ഒട്ടനേകം ഉള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് കാസർഗോഡ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉദുമയിൽ ഇടതുപക്ഷത്തിന് കാലിടറുമോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഉദുമയിൽ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. കണ്ണൂരിലെ പടക്കുതിര എന്ന് വിശേഷിപ്പിക്കുന്ന K സുധാകരൻ കിണഞ്ഞ് പ്രവർത്തിച്ചിട്ടും, സുധാകരനെ പറ്റി പറയുകയാണെങ്കിൽ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. കാരണം സുധാകരനും അടൂർ പ്രകാശും അതുപോലുള്ള ചില നേതാക്കന്മാരും മത്സരിക്കുന്ന സമയത്ത് നമുക്കറിയാം അവർക്ക് അവരുടേതായ ഒരു ഇലക്ഷൻ മാനേജ്മെൻ്റ് ഉണ്ട്. അതിലവർ അഗ്രഗണ്യന്മാരാണ്. അത്തരത്തിൽ K സുധാകരൻ പോലും അടിയറവ് പറഞ്ഞ ഉദുമയിൽ ഈ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ മാത്രം ഇടതുപക്ഷം പരാജയപ്പെടും എന്ന് പറയാൻ നമുക്കൊരിക്കലും ഒരു രാഷ്ട്രീയ വിശകലനത്തിൽ നമുക്ക് സാധിക്കില്ല. മാത്രമല്ല ഇടതുപക്ഷത്തിൽ ഒരിക്കലും ഇടറാത്ത പല ഇടത് പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഉദുമ. അതുകൊണ്ട് തന്നെ ഉദുമയിലും ഇടതുപക്ഷം തന്നെയാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ. ഈ 3 മണ്ഡലങ്ങൾ കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷം തന്നെയാണ് വിജയിക്കുക. ഏറി വരുന്ന 2 നിയോജക മണ്ഡലങ്ങളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം എടുത്താൽ കാസർഗോഡ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം UDF തന്നെയാണ് ജയിക്കുക. അവിടെ BJP ആണ് 2ാം സ്ഥാനത്ത്. പക്ഷേ ഒരു 8000-9000 വോട്ടിനാണ് സ്ഥിരമായിട്ട് അവിടെ UDF വിജയിക്കുന്നത്. അപ്പോൾ അവിടെ UDFനെ സംബന്ധിച്ച് സേഫ് സോണാണ്. അവിടെ മറ്റൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. പക്ഷേ മഞ്ചേശ്വരം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കാൻ പോകുന്നത്. കാരണം നിലവിലെ ലീഗ് MLA ആയ MC കമറുദ്ദീനുമായി ബന്ധപ്പെട്ട അഴിമതിയും മറ്റ് കള്ളത്തരങ്ങളും പൊതുജനങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ BJP കണ്ണും നട്ടിരിക്കുന്നത് താമരയിലാണ്, താമര വിരിയുന്നതിലാണ്. ഇത് നടക്കുമോ? അല്ല ഇടതുപക്ഷം പണ്ടത്തെ പോലെ കുഞ്ഞമ്പൂരിലൂടെ CK കുഞ്ഞമ്പൂരിലൂടെ ഇടതുപക്ഷം വീണ്ടും തിരിച്ചു പിടിക്കുമോ? ഇതൊക്കെയാണ് അവിടുത്തെ ചർച്ച. അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കുകയാണ്, മഞ്ചേശ്വരത്ത് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? BJPക്ക് സാധ്യതയുണ്ടോ? അല്ല UDF തന്നെയാണോ വിജയിക്കുക? ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇടതുപക്ഷം അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടോ ഇപ്രാവശ്യം. നമ്മൾ കാണേണ്ടത് CK കുഞ്ഞമ്പു പണ്ട് വിജയിച്ചതൊഴിച്ചാൽ പിന്നെ ഇങ്ങോട്ട് ഇടതുപക്ഷത്തിന് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് വളരെ പരിമിതമായ വോട്ടുകളാണ്. ചില സാഹചര്യത്തിൽ അത് 12,000 വരെ കുറഞ്ഞ സാഹചര്യവുമുണ്ട്. അപ്പോൾ കുഞ്ഞമ്പു വിജയിച്ച മണ്ഡലത്തിൽ വീണ്ടും ഇടതുപക്ഷം ജയിക്കും. കുഞ്ഞമ്പു ജയിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 മുതൽ, അതായത്
BJP സർക്കാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു കാലയളവ് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമുദായിക ധ്രുവീകരണം, അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണം ഇന്ത്യയിലൊട്ടാകെ ഉണ്ടാകുന്നുണ്ട്. അത് മഞ്ചേശ്വരത്തും ഉണ്ടാകും. കാരണം അവിടെ UDF പരാജയപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിനേക്കാളും സാധ്യത BJP വരാനാണ്. കാരണം BJP അവിടെ നല്ല ഫൈറ്റ്, കാരണം അവർക്ക് ഒരു 52,000 മുകളിലുള്ള വോട്ട് അവിടെ കൺസിസ്റ്റൻ്റായി നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ച് അവിടെ വിജയ സാധ്യതയുണ്ട്. അപ്പോൾ BJP വരാതിരിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചായാലും UDFനെ സംബന്ധിച്ചായാലും ആ മണ്ഡലത്തിൽ വളരെ വലിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അവിടെ ജയിക്കാൻ വേണ്ടി വോട്ടുകൾ പിടിച്ചാൽ അത് കൂടുതലും ബാധിക്കാൻ സാധ്യതയുള്ളത് UDFനെ ആയിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ BJP അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വിജയിക്കാനുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. 2, എന്തുകൊണ്ട് BJP അവിടെ വീണ്ടും പരാജയപ്പെടും എന്നുള്ളതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. MC കമറുദ്ദീനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. പക്ഷേ ആ ആരോപണങ്ങൾക്കും അപ്പുറം അവിടെയുള്ള ജനങ്ങൾ കാണുന്നത് BJP അവിടെ കടന്നു വന്നാൽ പിന്നീട് അവിടെ വർഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടുക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അവിടെ അരങ്ങേറും എന്നൊരു ചിന്താഗതി ഉണ്ട് അവിടുത്തെ ആളുകളിൽ. അതുകൊണ്ട് തന്നെ MC കമറുദ്ദീൻ്റെ ഈ പറയുന്ന അഴിമതി ആരോപണങ്ങളൊന്നും അവിടെ വലിയ ചർച്ചയാകുമെന്ന് തോന്നുന്നില്ല. ചർച്ച ചെയ്യപ്പെടും, പക്ഷേ അവസാന ഘട്ടമാകുമ്പോൾ BJP ഭരണത്തിലേക്ക് വരുമല്ലോ എന്ന ഒരു ധാരണയിൽ കൃത്യമായി എപ്പോഴും നടക്കുന്ന ഒരു ന്യൂനപക്ഷ വോട്ടിലെ കൺസോളിഡേഷൻ, ഒരു ഏകീകരണം കൃത്യമായി മഞ്ചേശ്വരത്ത് നടക്കുകയും മിക്കവാറും ഒരു 65% വിജയസാധ്യത UDFന് തന്നെയാണ് അവിടെ ഉള്ളത്. ഇത് പറയാൻ കാരണം ഞാനൊരു UDFകാരനായതുകൊണ്ടോ ഞാനൊരു BJP വിരുദ്ധനായതുകൊണ്ടോ ഞാനൊരു ഇടതുപക്ഷക്കാരനായതുകൊണ്ടോ അല്ല. അവിടെ ഇടതുപക്ഷം വോട്ട് പിടിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയാണ് BJP അവിടെ ഭരണത്തിൽ വരും. പൊതുവേ ക്രോസ് വോട്ടിംഗ് നടക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ ലീഗുകാർ മനസ്സിലാക്കേണ്ട കാര്യം, ലീഗ് പലപ്പോഴും അവിടെ ജയിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രമാണ്. ഒരിക്കലും അവിടെ ലീഗ് എന്ന് പറയുന്ന സംഘടന ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കയറാൻ വേണ്ടി പോകാൻ പാടില്ല. കാരണം BJP അവിടെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ലീഗിനേക്കാളും വലിയ ഒന്ന് ഇടതുപക്ഷത്തിന്. അപ്പോൾ ഇതാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു വിശകലനം നമ്മൾ നടത്തിയാൽ വേണ്ടി കാണാൻ വേണ്ടി സാധിക്കുക.